കേരളം അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ചുള്ള പാർട്ട് 1 ക്ലാസ്സാണ് ആരംഭിക്കുന്നത്. കേരളവും അടിസ്ഥാന വിവരങ്ങളും. കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് നോർത്ത് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് നോർത്ത് വരെ. രേഖാംശം 74 ഡിഗ്രി 27 മിനിറ്റ് 40 ഈസ്റ്റ് മുതൽ 77 ഡിഗ്രി 27 മിനിറ്റ് 12 മിനിറ്റ് ഈസ്റ്റ് വരെ. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ. തീരദേശ ദൈർഘ്യം 580 കിലോമീറ്റർ. ജനസംഖ്യ 3,56,661. ഗ്രാമപഞ്ചായത്ത് 941. ബ്ലോക്ക് പഞ്ചായത്ത് 152. താലൂക്ക് 78. അവസാനം വന്ന താലൂക്ക് അട്ടപ്പാടി താലൂക്ക്. മുനിസിപ്പാലിറ്റി 87. കോർപ്പറേഷൻ 6. റവന്യൂ ഡിവിഷൻ 27. ലോക്സഭാ സീറ്റ് 20. രാജ്യസഭാ സീറ്റ് 9. നിയമസഭാ സീറ്റ് 140. വിദ്യാഭ്യാസ ജില്ലകൾ 41. ഉപവിദ്യാഭ്യാസ ജില്ലകൾ 163. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള വടക്കേ അറ്റത്തുള്ള ഓരോ സാധനങ്ങളുമാണ് പറയുന്നത്. വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം, വടക്കേ അറ്റത്തുള്ള താലൂക്ക് മഞ്ചേശ്വരം, വടക്കേ അറ്റത്തുള്ള നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരം, വടക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം കാസർഗോഡ്, വടക്കേ അറ്റത്തുള്ള ഗ്രാമം തലപ്പാടി, വടക്കുള്ള നദി മഞ്ചേശ്വരം പുഴ, വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളം കണ്ണൂർ, തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ഉപ്പളക്കായൽ കാസർഗോഡ്, വടക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം പൂക്കോട് വയനാട്. ഇനി തെക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് തെക്ക് പാറശാല, തെക്കുള്ള താലൂക്ക് നെയ്യാറ്റിൻകര, തെക്കുള്ള നിയമസഭാ മണ്ഡലം നെയ്യാറ്റിൻകര, തെക്കുള്ള ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം, തെക്കുള്ള ഗ്രാമം കളിയിക്കാവിള, തെക്കുള്ള നദി നെയ്യാറ്, തെക്കുള്ള വന്യജീവി സങ്കേതം നെയ്യാറ്, ശുദ്ധജല തടാകം തെക്കുള്ളത് വെള്ളായണിക്കായൽ. കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള അതിർത്തി കർണാടക, തെക്ക് ഭാഗത്തെ അതിർത്തിയായിട്ട് നിൽക്കുന്ന തമിഴ്നാട്, കിഴക്ക് ഭാഗം പശ്ചിമഘട്ടം സഹ്യാദ്രി തമിഴ്നാട്. ഈ മൂന്നിലേതും വരാം. സഹ്യാദ്രി പശ്ചിമഘട്ടം തമിഴ്നാട്. പടിഞ്ഞാറ് ഭാഗം അറബിക്കടൽ, എല്ലാവർക്കും അറിയാലോ. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. മറ്റ് സംസ്ഥാനങ്ങളെ അതിർത്തി പങ്കിടാത്ത ജില്ലകൾ ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. കർണാടകയുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ജില്ലകൾ അതിർത്തി പങ്കുവയ്ക്കുന്നത് 3: കാസർഗോഡ്, കണ്ണൂർ, വയനാട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്. തമിഴ്നാടുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ജില്ലകൾ 9: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, വയനാട്. തമിഴ്നാടുമായി 9, കർണാടകയുമായി 3. കേരളത്തിലെ മറ്റ് ജില്ലകളുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകൾ 3. കർണാടകയും തമിഴ്നാടുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഒരേ ഒരു ജില്ല വയനാട്. കർണാടകയും തമിഴ്നാടുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഒരേ ഒരു താലൂക്ക് സുൽത്താൻ ബത്തേരി. ഒരേ ഒരു പഞ്ചായത്ത് നൂൽപ്പുഴ പഞ്ചായത്ത്. കേരളത്തിലെ ലാൻഡ് ലോക്ക്ഡ് ജില്ലകൾ 4 ഉള്ളത്. അതിർത്തി പങ്കിടാതെ ലാൻഡ് ലോക്ക് ആയിട്ടുള്ളത് പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട്. ലാൻഡ് ലോക്ക്ഡ് ജില്ലകൾ പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട്. സമുദ്ര അതിർത്തി ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തത് കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതുമായ ജില്ല. സമുദ്രാതിർത്തിയില്ല, മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ല, ജില്ലകളുമായി മാത്രം അതിർത്തിയുള്ളത് കോട്ടയം ജില്ല. കേരളത്തിലെ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ, ഒരു ജില്ലയുമായിട്ട് മാത്രം അതിർത്തി പങ്കിടുന്നത് രണ്ടറ്റത്തും ഉള്ള ജില്ലകളാണ് തിരുവനന്തപുരവും കാസർഗോഡും. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഒരു ഭാഗം മാഹി, പുതുച്ചേരി. മാഹിയുടെ 3 വശത്ത് കണ്ണൂർ ജില്ലയും ഒരു വശം കോഴിക്കോട് ജില്ലയുമായി ചുറ്റപ്പെട്ട് കിടക്കുന്നു. 3 വശം കണ്ണൂർ, ഒരു വശം കോഴിക്കോട്. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് 48% കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. പശ്ചിമഘട്ടം താപ്തി നദിയുടെ അഴിമുഖം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ 6: ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം, തമിഴ്നാട്. ഗുജറാത്തിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഗുജറാത്ത്, അത് കഴിഞ്ഞ് മഹാരാഷ്ട്ര, അത് കഴിഞ്ഞ് ഗോവ, കർണാടകം, കേരളം, തമിഴ്നാട്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് 2012. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെപ്പറ്റി പഠനം നടത്തിയ കമ്മിറ്റി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി 2011 ഓഗസ്റ്റ് 31 റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് സമർപ്പിച്ചത്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്തിയതാണ്. ആദ്യം വന്നത് മാധവ് ഗാഡ്ഗിൽ 2011
11 ഓഗസ്റ്റ് 31 റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്തിയത് കസ്തൂരി രംഗൻ പാനലാണ്, കമ്മിറ്റിയാണ്. അത് റിപ്പോർട്ട് കൊടുത്തത് സെൻട്രൽ ഗവൺമെന്റിന് 2013 ഏപ്രിൽ 15-നായിരുന്നു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിഷ്കരിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. ആ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് ഉമ്മൻചാണ്ടി ആയിരുന്നു. 2013 മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യാദ്രി. മഹാരാഷ്ട്രയിലും ഗോവയിലും കർണാടകത്തിലുമാണ് പശ്ചിമഘട്ട സഹ്യാദ്രി എന്നറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കൽസുബായി കൊടുമുടി എന്നറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കൽസുബായി കൊടുമുടി. 1646 വെസ്റ്റേൺ ഘട്ടിന്റെ ഭാഗമാണ്. പശ്ചിമഘട്ടത്തിലെ ഹിമാലയത്തിന് തെക്ക് ഭാഗത്തുള്ള തെക്കേ ഇന്ത്യയിലെ ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഒന്നുകിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഹിമാലയത്തിന് തെക്ക് ഭാഗത്തുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അതും ആനമുടി. 5 ചോദ്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. തെക്കുള്ളതിൽ ഏറ്റവും ഉയരം കൂടിയത് ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. അതിന്റെ ഉയരം 2695. ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടി. വടക്ക് ആനമല, വടക്ക് കിഴക്ക് പളനിമല, തെക്ക് ഏലമല. വടക്ക് ആനമല, വടക്ക് കിഴക്ക് പളനിമല, തെക്ക് ഏലമല. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ താലൂക്ക് പഞ്ചായത്ത് മൂന്നാർ, താലൂക്ക് ദേവികുളം. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ, താലൂക്ക് ദേവികുളം. ആനമലയുടെ വടക്കേ അറ്റത്തുള്ള സുഖവാസ കേന്ദ്രം നീലഗിരി. ആനമലയുടെ വടക്കേ അറ്റത്ത് നീലഗിരി. പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി മീശപ്പുലിമല. പശ്ചിമഘട്ടത്തിൽ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി മീശപ്പുലിമല, 2640 മീറ്റർ. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്നത് പുനലൂര്. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് പുനലൂര്. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര അഗസ്ത്യാർകൂടം. കേരളത്തിന്റെ തെക്കുള്ള മലനിര അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ 10ാമത്തെ ബയോസ്ഫിയർ റിസർവ് അഗസ്ത്യാർകൂടം. 10ാമത്തെ ബയോസ്ഫിയർ റിസർവ് ഇന്ത്യ അഗസ്ത്യാർകൂടം. 2001. അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത് നെടുമങ്ങാട് താലൂക്കിലാണ്. കേരളത്തിലെ മലനാട് മേഖലയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിള തേയില, കാപ്പി, ഏലം. മലനാട് തേയിലയും കാപ്പി, ഏലം. പ്രധാന മലകൾ അഗസ്ത്യാർകൂടം, തിരുവനന്തപുരം. ശബരിമല അറിയാം, പത്തനംതിട്ട. ചരൽകുന്ന്, പത്തനംതിട്ട. അതറിയത്തില്ല. ചരൽകുന്ന്, പത്തനംതിട്ട. അറിയത്തില്ല എന്നല്ല, തെറ്റിപ്പോകും. ദേവിമല, ആനമുടി, ഇടുക്കി. മീശപ്പുലിമല, ഇടുക്കി. കുമരിക്കൽ, അത് ഇടുക്കിയാണ്. ചുമരിക്കൽ, ചെന്താവര, ശിവഗിരി, ഇടുക്കി. ദേവിമല, ആനമുടി, മീശപ്പുലിമല, കുമരിക്കൽ, ചെന്താവര, ശിവഗിരി, ഇടുക്കി. പാലപ്പിള്ളി, തൃശൂർ. തിരുവല്ലാമല, തൃശൂർ. മാമ്പാറ രാജാസ് ക്ലിഫ്, പാലക്കാട്. മാമ്പാറ രാജാസ് ക്ലിഫ്, പാലക്കാട്. മല്ലീശ്വരൻമുടി, പാലക്കാട്. അമ്പുകുത്തിമല, വയനാട്. ബാണാസുര, വയനാട്. ബ്രഹ്മഗിരി, വയനാട്. ചെമ്പ്രക്കൊടിമുടി, വയനാട്. അരിമ്പ്രക്കുന്നുകൾ, മലപ്പുറം. അരിമ്പാറ മല പോലെ നിൽക്കും. അരിമ്പ്രക്കുന്ന്, മലപ്പുറം. വെള്ളാരിമല, കോഴിക്കോട്. വെള്ളക്കോഴി, വെള്ളാരിമല, കോഴിക്കോട്. പൈതൽമല, കണ്ണൂര്. പൈതലെ കണ്ണുവയ്ക്കും, പൈതൽമല, കണ്ണൂര്. പുരളിമല, കണ്ണൂര്. ഏഴിമല, കണ്ണൂര്. റാണിപുരം, കാസർഗോഡ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും. കേരള അടിസ്ഥാന വിവരങ്ങൾ ഫുള്ള് കവർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഇത് എഴുതി പഠിക്കും, അല്ലെങ്കിൽ പഠിച്ച് ഓർമ്മയുള്ളവരാണെങ്കിൽ ഒരു റിവിഷൻ പോലെ ഒരു വട്ടമെങ്കിലും കേട്ട് നോക്കുക. നന്ദി.